അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുക. പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാല് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ 1 ലിറ്റർ നല്ല കട്ടിയുള്ള പാല് ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വയ്ക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പാലൊന്ന് ചൂടാവട്ടെ. അപ്പോൾ പാലിതാ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 2 വലിയ സ്പൂൺ പാല് എടുത്തു മാറ്റാം. ഏകദേശം ഒരു 1/2 കപ്പ് പാല് എടുത്തു മാറ്റാം. നല്ലതുപോലെ ചൂടായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ബാക്കി പാല് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും 1/2 കപ്പ് പാല് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാൽ നമ്മൾ നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി പാലൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ പാലിതാ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നമുക്ക് കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ പാല് കണ്ടില്ലേ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് പൊടിച്ചിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്ന. ഞാനിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര 1/4 കപ്പ് എടുത്തിട്ട് 2-3 ഏലക്കയും കൂടെ ചേർത്തിട്ട് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏലക്കപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. പഞ്ചസാര എല്ലാം ഇതാ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചത് കൊണ്ടാണ് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ പഞ്ചസാര ചേർക്കാത്ത ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഒരു 2-3 ഡ്രോപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ അവർക്ക് പ്രത്യേക ഒരു ഇഷ്ടം തോന്നും ഇത് കഴിക്കാനായിട്ട്. ഏലക്കാപ്പൊടി ചേർത്താലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അതാവുന്ന ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഏലക്കയാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ 2-3 ഏലക്ക ഒന്ന് തല്ലി ഇട്ട് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇട്ട് കൊടുക്കുന്ന പഞ്ചസാര ഒന്ന് മിക്സിയിൽ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഏലക്കയും കൂടെ ചേർത്ത് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏലക്കയും പൊടിഞ്ഞിട്ടും പഞ്ചസാരയും പൊടിഞ്ഞിട്ടും. നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. നമ്മൾ പാലിലേക്ക് നേരിട്ട് പാൽപ്പൊടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കട്ടകൾ പോലെ കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പാല് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് പാൽപ്പൊടി ഇതാ എടുത്തിട്ടുണ്ട്. പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ സൂപ്പർ ടേസ്റ്റ് ഇതിന് കിട്ടുന്നത്. പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് പാൽപ്പൊടി ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ച പാലങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടേ ഉള്ളൂ. കുറച്ച് ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഈ പാൽപ്പൊടി ഒന്ന് കലക്കിയെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചോ ഒന്ന് കലക്കിയെടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടകൾ പോലെ കിടക്കും. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇത് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറയ്ക്കണം. മിൽക്ക് മെയ്ഡിൽ നല്ല മധുരം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് വേണം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. 1/4 കപ്പോ 1/2 കപ്പോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ.
ഈ റെസിപ്പിക്ക് വേണ്ടി നമുക്ക് കുറച്ച് ഗ്ലാസ് ആവശ്യമുണ്ട്. ഞാനിപ്പോൾ 1 ലിറ്റർ പാലല്ലേ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങളിത് 1/2 ലിറ്റർ പാലിലാണ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഗ്ലാസ് ഒക്കെ എടുത്താൽ മതിയാകും. ഇനി ഈ ഗ്ലാസിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യോ എണ്ണയോ ബട്ടറോ ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഫുള്ളായിട്ട് അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് എല്ലാ ഗ്ലാസ്സിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഗ്ലാസ്സിലും നെയ്ത ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇത് ആദ്യമേ തന്നെ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലത്തെ ഗ്ലാസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ബൗൾ എടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ചില്ല് ഗ്ലാസ് ഉണ്ടല്ലോ അതെടുത്താലും മതി. അപ്പോൾ ഏതാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അതെടുക്കുക. ഞാനിപ്പോൾ സ്റ്റീൽ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് പാൽപ്പൊടി കലക്കിയെടുത്തത് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ മുഴുവനും ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. പാല് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാ കണ്ടില്ല, ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ഞാനിപ്പോൾ 14 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം ജെറാറ്റിൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പം ഇതിപ്പം മുഴുവനെ അങ്ങ് ഇട്ട് കൊടുക്കരുത്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടില്ല. അപ്പം നിങ്ങൾ 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നതെങ്കിൽ 7 ഗ്രാം ചൈന ഗ്രാസ് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചെയ്യുന്നത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ്. പാല് തിളപ്പിക്കാൻ മാത്രമേ നമ്മൾ മീഡിയം ഫ്ലെയിം വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഈ ചൈന ഗ്രാസ് എല്ലാം ഒന്ന് മെൽറ്റായി വരണം. അപ്പോൾ ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് മെൽറ്റായിട്ടുണ്ട്, കുറച്ചും കൂടെ ഒന്ന് മെൽറ്റായി കിട്ടാനുണ്ട്. കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടെ ഒന്ന് മെൽറ്റായി വരാനുണ്ട്. ചെറിയ ചെറിയ കട്ടകൾ പോലെ ഉണ്ട്. ഇതെല്ലാം മെൽറ്റായി വരുമ്പോൾ നല്ല കുറുകി വരും. അതുവരെയും നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കാതിരിക്കരുത്, എന്നാൽ പിന്നെ അടുക്കി പിടിക്കും. പിന്നെ നമുക്ക് കഴിക്കാൻ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് സമയം എടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതൊന്ന് മെൽറ്റായി കുറുകി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഒരു 6-7 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചൈന ഗ്രാസ് എല്ലാം ഇതാ കട്ടകളൊന്നും ഇല്ലാതെ എല്ലാം മെൽറ്റായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇപ്പോൾ പാല് കുറച്ചും കൂടെ കുറുകി ഇതാ വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇതോടുകൂടി തന്നെ നെയ്യ് ബ്രഷ് ചെയ്ത ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അഞ്ച് ഗ്ലാസ്സിലും ഇതാ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അഥവാ നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റായി കിട്ടിയിട്ടില്ല, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പയില്ലേ, ആ അരിപ്പിലൂടെ ഒന്ന് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പില്ലേ, അരിച്ചതിന് ശേഷം ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി പോകും. ഒട്ടും തന്നെ തണുക്കാൻ പാടില്ല. നമ്മൾ ചെയ്ത് വെച്ച ഉടൻ തന്നെ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ ചെറിയ ബബിൾസ് ഒക്കെ വന്നിട്ടില്ലേ, അപ്പോൾ അതുപോലെ അതങ്ങ് എടുത്ത് മാറ്റാം. ലാസ്റ്റിൽ ഇത് സെറ്റായി വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതങ്ങ് എടുത്ത് മാറ്റുക. ഞാനിപ്പോൾ അതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഫുള്ളായിട്ട് ഇളക്കണ്ട, ഈ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിത് ചൂട് മാറിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചും സെറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ ആകുമ്പോൾ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സമയം എടുക്കും. അപ്പം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഉറച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചൂട് മാറി ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ഇത് ഒഴിച്ചു വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് ചൂടൊക്കെ മാറി നല്ലോണം സെറ്റായിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഗ്ലാസ്സിൽ നിന്നും ഇത് പിടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തൊടുമ്പോൾ തന്നെ ഇതാ വിട്ട് വന്നോളും. സൈഡൊക്കെ ഒന്ന് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക. ഗ്ലാസ് കയ്യിലേക്ക് ഒന്ന് കമഴ്ത്തിയിടുക, ഒന്ന് തട്ടിക്കൊടുക്കുക. ഇനി ഗ്ലാസ് മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതാ സൂപ്പറായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്.
നല്ല ജെല്ല് പോലെ ഇരിപ്പുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഗ്ലാസ്സിൽ നിന്നും വിടിയിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഗ്ലാസ്സിൽ നിന്നും വിടിയിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ നല്ല ജെല്ല് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. തൊടുമ്പോൾ തന്നെ മുറിഞ്ഞ് വന്നോളും. ഇനി ഈ വശവും കൂടി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്തു, ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തതിൽ നിന്നും ഒരു പീസ് എടുക്കാം. കട്ട് ചെയ്തതിൽ നിന്നും ഒരു പീസ് ഇതാ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് ജെല്ല് പോലെ ഇരിപ്പുണ്ട്. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഈ ചൂട് സമയമൊക്കെ ഇതുപോലെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കുക. തീർച്ചയായും കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാക്കും. അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്